ചെറുതായിട്ട് എക്കോ ഉണ്ട്. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരിതവുമായ ഒരു നല്ല രാത്രിയുടെ യാമം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി നൽകിയതോർത്ത് ഈ രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗൂഗിൾ മീറ്റിൽ സംബന്ധിക്കുവാൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ പകർന്നല്ലോ. ഹല്ലേലൂയ. രാത്രിയുടെ നല്ല അനുഭവങ്ങളെ ഓർത്ത് ആമേൻ നാം പ്രാരംഭത്തിൽ പ്രിയ കർത്താവിന്റെ ദാസിയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആമേൻ സന്ദേശങ്ങൾ, അനുഗ്രഹീത ദൂതുകൾ, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൈമാറി തന്നിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആമേൻ ഈ പ്രയർ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിക്കും അതിലുപരിയായി ആമേൻ സ്തോത്രം പ്രിയ ടീച്ചറിലൂടെയാണ് ഇങ്ങനെ ഒരു അവസരം ഇന്ന് രാത്രി ഒരുക്കി തന്നത്. സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഹല്ലേലൂയ. നമ്മെ ആക്കിയിരിക്കുന്ന ദൈവമാകയാൽ, നമ്മെ ആക്കിയിരിക്കുന്ന ദൈവം വിശ്വസ്തനാകയാൽ, ഹല്ലേലൂയ, നമ്മോടുള്ള വാഗ്ദത്തങ്ങളിൽ കർത്താവ് വിശ്വസ്തനായിരിക്കാൻ ഒരു വാക്കുപോലും നമ്മോട് ഹല്ലേലൂയ ഉവ്വെന്ന് പറഞ്ഞ കർത്താവ് ഒന്ന് മാത്രം നമ്മോട് ഹല്ലേലൂയ ആമേൻ അറിയിക്കുന്ന ദൈവമാകയാൽ ഹല്ലേലൂയ ഈ രാത്രി ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ആമേൻ സ്തോത്രം ഹിതവും പരിശുദ്ധാത്മാവ് ഏതൊക്കെ നിലകളിലാണ് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം കേട്ടല്ലോ. കാഴ്ചയാലല്ല വിശ്വാസത്താൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവമാ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തോട് അടുക്കുവാൻ ഈ ബുധനാഴ്ചയുടെ രാത്രി പരിശുദ്ധാത്മാവിന് നമ്മോട് തോന്നിയ കരുണയെ ഓർത്താൽ ആമേൻ കരുണ കടാക്ഷങ്ങൾ ഓർത്താൽ കർത്താവിനെ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ മഹത്വം കൊടുക്കുന്നവരായിരിക്കാം. ദൈവവൈതലേ ആമേൻ ആൾ പെരുപ്പത്തിലല്ല ആത്മാവിന്റെ ഒരുക്കത്തില. ഹല്ലേലൂയ. അക്ഷര കൊല്ലുന്നു ആത്മാവ് ജീവിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ. രാത്രി അക്ഷരത്തിലല്ല ആത്മാവിന്റെ ജീവിക്കുന്ന വചനം ഇന്ന് രാത്രി നമ്മുടെ മേൽ അയച്ച് നമ്മുടെ മേൽ ദൈവത്തിന്റെ പദ്ധതിയും ദൈവിക വിടുതലും ഹല്ലേലൂയ ആ സാന്നിധ്യം ദൈവ സാന്നിധ്യത്തിനായി ദൈവപാദപീഠത്തിൽ അടുത്തു വന്നിരിക്കുന്ന ദൈവവൈതലേ നമ്മുടെ മേൽ ആ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. നാം ഇന്നു രാത്രി ഭാരത്തോടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലതായ ആമേൻ പ്രയാസത്തോടെ ചിന്തകളോടൊക്കെ ആയിരിക്കാം. ഹല്ലേലൂയ. റിവന ശബൽ ഖമനഗടഗസ്യ റിവന ദിബൽ ഖമനഗടഗസ്യ. ദൈവവൈതലേ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ 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 യേശുവിന്റെ രക്തത്താൽ വചനത്താൽ ഈ രാത്രി നമുക്ക് ജയമെടുത്തുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഒരു പഴയ പാട്ടിന്റെ ചില വരികൾ പാടുവാൻ ഞാൻ ദൈവ പാദപീഠത്തിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യേശുരാജൻ എന്നെ ചേർപ്പാൻ മേഘാരൂഢനായി വരും. യേശുരാജൻ എന്നെ ചേർപ്പാൻ മേഘാരൂഢനായി വരും. ആകുലങ്ങളില്ല നാട്ടിൽ ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. ചേരും സ്വർഗ വീട്ടിൽ ഞാൻ. യേശു എന്നഭയ കേന്ദ്രം
ഹാലേലൂയ. ദൈവത്തിന്റെ ഹാലേലൂയ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നമുക്ക് ഇണങ്ങിയ ആയുധങ്ങളായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാം ആയിരിക്കുന്നത് ദൈവ തിരുവചനത്തിന്റെ ഹാലേലൂയ മുൻപിലായിരിക്കാൻ ദൈവവൈതലേ ആമേൻ നാം പാടിയതുപോലെ ആകുലങ്ങളോ ഭാരങ്ങളോ രോഗിയാണോ എന്നാൽ ഞാൻ യേശുവിൽ ചാരിടുമെന്ന് പറയുവാൻ ഹാലേലൂയ. കഴിഞ്ഞ ചില മിനിറ്റുകളിലും പ്രാർത്ഥിച്ച ദൈവവൈതലേ, പ്രാർത്ഥനയോടെ ദൈവ സ്നേഹത്തോടെ ഭയത്തോടെ ദൈവപാദപീഠത്തിലായിരിക്കുന്ന ദൈവവൈതലേ, ഒന്നുകൂടി ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ, ഒന്നുകൂടി ദൈവപാദപീഠത്തിൽ അടുക്കുമ്പോൾ ഹാലേലൂയ, അവൻ കടക്കാരനല്ല, അവൻ നമുക്ക് ബാധ്യതയുള്ള ദൈവമല്ല, അവൻ നമുക്ക് ഹാലേലൂയ ഉയരത്തിലെ ശക്തിയാൽ ഇന്ന് രാത്രി നിറയ്ക്കുന്ന ദൈവമാ. ആ ചങ്കിലെ നാമേ തിരുരക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നതായ സ്വർഗീയ സാന്നിധ്യം ഈ രാത്രി തിരിച്ചറിയുവാൻ നമ്മെ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഹാലേലൂയ. ആമേൻ. കണ്ണുകളെ ദൈവപാദപീഠത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഹാലേലൂയ, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ചോദ്യകർത്താവ് തന്നെ മറുപടിയും നമുക്ക് തരുന്നു. ഞാൻ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാകുന്നു. ഹാലേലൂയ. ഇന്ന് രാത്രി കാലം ആമേൻ ചോദ്യ ചിഹ്നമായിരിക്കുന്ന ദൈവവൈതലേ, ചോദ്യത്തിന്റെ ആമേൻ നിന്നിലേക്ക് ആമേൻ പലരും ചോദ്യ ചിഹ്നമാക്കുന്ന വിഷയമുണ്ടെങ്കിൽ അതൊരു ദൈവാത്മാവ് പറയുക, അവൻ തന്നെ സഹായകനാ. ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ എന്റെ സഹായം വരും, യഹോവയാൽ എന്റെ മറുപടി വരും. ഹാലേലൂയ. അവൻ ഹാലേലൂയ ആ സഹായമാകുന്ന പർവ്വതങ്ങളിലേക്കാണോ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ കണ്ണുകളെ ഉയർത്തിയിരിക്കുന്ന ദൈവവൈതലേ, അതുരിവിൽ ഖമാനിയ ശബൽ ഖമനഘടകസ്യ അംദൽ പ്രൗഢിപിരിഘടകസ്യ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കയില്ല. ഹാലേലൂയ. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. കാരണം ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി പ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്വസ്ഥതയില്ലാതെ ജനം ആമേൻ സ്തോത്രം സ്വസ്ഥതയ്ക്ക് വേണ്ടി ആമൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ആമൻ ചുറ്റിലായിരിക്കുന്ന ആമൻ ക്രൂശിന്റെ മറവിലായിരിക്കുന്ന ദൈവവൈതലേ, എന്നെയും നിന്നേക്കുള്ള സംരക്ഷണം, എനിക്കും നിനക്ക് വേണ്ടിയുള്ള കരുതൽ, കാവൽ കരുതൽ ഇന്നു രാത്രി ശക്തമായി വെളിപ്പെടുവാൻ തക്കവണ്ണം ഏകാഗ്രത ഹൃദയത്തോടെ ദൈവപാദപീഠത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മിൽ ആമൻ ആര് ദൈവവചനം പറയുന്നു എന്നല്ല, ഉടയവന്റെ വചനം ആമൻ പൗലോസ് പറയുന്നത് പോലെ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എന്റെ ദൈവം ആമേൻ സ്തോത്രം എന്നെ നിർത്തുവാൻ കഴിവുള്ളവനാ. കൈസറുടെ മുൻപിൽ നിർത്തണമോ? ഞാൻ ഏതു വിഷയത്തിൽ എങ്ങനെ നിൽക്കുവാൻ എനിക്ക് കഴിയുന്നില്ലയോ, ഏതു വിഷയത്തിനകത്ത് എന്റെ തല ഉയർത്തുവാൻ കഴിയുന്നില്ലയോ, അതൊരു വിൽഖമനഘടകസ്യ. ഭക്തന്മാർ നമ്മെ ഓർപ്പിക്കുന്നത്, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന് എന്നെ നിർത്തുവാൻ കഴിയും, എന്നെ ശക്തീകരിപ്പാൻ കഴിയും, എന്നെ ബലപ്പെടുത്തുവാൻ കഴിയും. ദൈവവൈതലേ ഹാലേലൂയ. ഭയത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, ദൈവവചനത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി കൂടാരങ്ങൾക്കകത്തിറങ്ങി വിടുവിക്കുന്ന ഹാലേലൂയ നമ്മെ ആമേൻ ഹാലേലൂയ കയറ്റി നിർത്തേണ്ട മേഖലകളിൽ നിർത്തുന്ന രാത്രിയാകട്ടെ. ഹാലേലൂയ. നമുക്ക് ദൈവസന്നിധിയില് ദൈവമാമേൻ ഹാല ഒരു വചനം ആമേനത്തെ ശുശ്രൂഷയ്ക്ക് ആധാരമായി വായിച്ചുകൊണ്ട് ദൈവവചനം ഇങ്ങനെ ആമേൻ 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. ആമേൻ നിരന്തരം ആമേൻ തിരുവചനം കേൾക്കുന്ന പ്രിയ വാത്സല്യ സഹോദരങ്ങളാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത്. ഹാലേലൂയ. ഈ വചനത്തെ കുറിച്ച് ആമേൻ സ്തോത്രം ആഴമായ ആമേൻ ഹാലേലൂയ ദൈവിക ശബ്ദം കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇന്നു രാത്രി ഈ ഓഗസ്റ്റ് മാസം ആമേൻ ചില ദിവസങ്ങൾ ആഴ്ചകൾ നമ്മെ വിട്ട് കടന്നു പോയപ്പോൾ ആമേൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുവാനുള്ളത് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ഹാലേലൂയ. അതിന്റെ മുൻപിലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ച് അവരെ നഗരവാതിക്കലുള്ള വിശാല സ്ഥലത്ത് തന്റെ അടുക്കൽ ഒന്നിച്ചു കൂട്ടി അവരോട് ഹൃദ്യമായി സംസാരിച്ചു. ഹാലേലൂയ. അവരോട് ഹൃദ്യമായി സംസാരിച്ച വാക്യമാ 7-ാം വാക്യത്തിൽ പറയുന്നത്, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ഹാലേലൂയ. ഉടമന രഗതൽ ഖമനഘടകസ്യ. അതിന്റെ ആമേൻ സ്തോത്രം ആമേൻ പ്രാരംഭ വാക്യങ്ങളിലൂടെ നാം വായിച്ചു വരുമ്പോൾ ഹാലേലൂയ ശത്രു സൈന്യം അവർക്ക് എതിരായി നിൽക്കുകയാ. ഹാലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുത്തുകൊണ്ട് ഇന്ന് രാത്രി നമുക്കായിരിക്കാം. ആമേൻ ഹാലേലൂയ. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആമേൻ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ
പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. 18-ന്റെ 13 മുതലുള്ള വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം സ്തോത്രം, സെൻഹരീബ് മുൻപ് കപ്പം കൊടുത്തു വന്നു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഇപ്പോൾ ഈ അശൂരിന് അടിയറവ് പറയുവാൻ തക്കവണ്ണം വയ്ക്കുവാൻ സമ്മർദ്ദം അവരുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം ഇതിനോട് ചേർന്ന് നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവാത്മാവ് അവരനുഭവിക്കുന്ന പ്രതിസന്ധിയെ നോക്കി, അവരുടെ നേരെയുള്ള സമ്മർദ്ദം ചെലുത്തുന്ന വിഷയത്തെ നോക്കി ഹല്ലേലൂയ അവരോട് കൃത്യമായി സംസാരിച്ച വേടാണ്, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ദൈവാത്മാവിന്റെ ആമേൻ സാന്നിധ്യത്തെ ഈ രാത്രി തിരിച്ചറിയുവാൻ ഹല്ലേലൂയ, ഏത് വിഷയത്തിലൂടെ ധൈര്യമില്ലാതെ കുഴഞ്ഞു പോകുന്ന, ഉറപ്പ് ലഭിക്കാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ആമേൻ ഹല്ലേലൂയ, ദൈവ സമയം ചിലവഴിക്കുന്നുണ്ട്, എങ്കിലും ചില വിഷയത്തിനകത്ത് ഹല്ലേലൂയ അധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഉറപ്പ് പ്രാപിക്കുവാൻ കഴിയാതെ, ആമേൻ, ഇത് വിശ്വസിപ്പാൻ കഴിയുന്നില്ലെന്ന് പറയുന്ന, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുന്ന ചില വിഷയത്തിനകത്ത് ദൈവാത്മാവ് അവരോട് കൃത്യമായി സംസാരിച്ചെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, കർത്താവിന്റെ ദാസി നമ്മോട് ശക്തമായി ദൈവവചനത്തിലൂടെ ഇടപെടുവാനിടയായി. മോശയുടെ കയ്യിലിരിക്കുന്ന വടി ഇന്നു രാത്രി കാലം അതിനെ നീട്ടുവാൻ നാം തയ്യാറാണെങ്കിൽ, അതിന്റെ മേൽ അധികാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഉടയവനുണ്ടെന്ന് മനസ്സിലാക്കുന്ന ദൈവവൈദ്യനു വേണ്ടി ഈ രാത്രിയിലും പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ കരത്തിലേക്ക് നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അശൂർ രാജാവിന്റെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെയുള്ളതിലും വലിയ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്, അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. ഹല്ലേലൂയ, നിന്റെ മുൻപിലിരിക്കുന്ന ശത്രു ഹല്ലേലൂയ മാംസഭുജമാണെന്ന് ഹല്ലേലൂയ, ആമേൻ, ഫെലിസ്ത്യന്റെ ഹല്ലേലൂയ വാക്കുകൾ, വെല്ലുവിളികൾ കേട്ട് 40 ദിവസവും ഫെലിസ്ത്യ പാളയത്തിനകത്ത് അധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകമുള്ളവൻ മുൻനിരയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ നീ അതിന്റെ നേർക്കുനേരെ അടുത്തു വരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ആമേൻ, സ്തോത്രം, നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങൾ ഭ്രമിച്ചു പോകരുത്, നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. അവനോട് കൂടെ ഉള്ളവരിലും വലിയവൻ നമ്മോട് കൂടെയുണ്ട്, അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. ഹല്ലേലൂയ, നമ്മോട് കൂടെയുള്ളവനോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട്. നമ്മെ സഹായിപ്പാനും നമ്മുടെ ഭയത്തെ പുറത്തു കളയുവാൻ, നാം അധൈര്യപ്പെട്ടു പോകാതെ ഉറച്ചു നിൽക്കേണ്ടതിന് നമ്മോട് കൂടെയുള്ളവൻ നമ്മെ സഹായിപ്പാൻ ഹല്ലേലൂയ, നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഇന്നു രാത്രികാലം ജനം യഹൂദ രാജാവായ യെഹെസ്കേലിന്റെ ഈ വാക്കുകളിൽ ആശ്രയിച്ചു എന്ന പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ഈ വാക്കുകളില്, ഈ ദൈവ ശബ്ദത്തില്, ഈ ദൈവ സാന്നിധ്യത്തില് ഇന്ന് രാത്രി നാം ആശ്രയിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് മുൻപായി ചെന്ന ദൂതനെ അയച്ച ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന, താമ്രമാകുന്ന കഥകളെ തകർക്കുന്ന, ഇരുമ്പോടാമ്പലുകളെ ഹല്ലേലൂയ തകർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പറയുന്നത് ആമേൻ, അവർ ആ വാക്കുകളിൽ ആശ്രയിച്ചു. ദൈവ ശബ്ദത്തിൽ ആശ്രയിച്ചാൽ, ദൈവ ശബ്ദത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അതൊരു മിൽഖവാനിയ ശബൽ ഖമരഘടകസ്യ അന്തരേശാൽ വനാരഘടകസ്യ ഉറപ്പ് ലഭിക്കാത്ത ഏത് വിഷയമാകട്ടെ ഹല്ലേലൂയ, താളപ്പിഴകൾ കാമിക്കകത്തായിരിക്കുന്ന ഏത് വിഷയമാകട്ടെ, ഇനി എന്റെ മുൻപിൽ ഹല്ലേലൂയ ലക്ഷ്യങ്ങളെല്ലാം താളടിയാകുന്നു പറയുന്ന ഏത് വിഷയമാകട്ടെ, ശത്രു നിനക്ക് നേരെ നിന്നുകൊണ്ട് ആർത്തിരമ്പുന്ന ഹല്ലേലൂയ വെല്ലുവിളി ഉയർത്തുന്നുവെങ്കിൽ അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ, അവനോട് കൂടെ ആ ഭീഷണിപ്പെടുത്തലിന്റെ ആ ഭീഷണി മുഴക്കമേ ഉള്ളൂ. എന്നാൽ ദൈവവൈദ്യനു വേണ്ടി ഹല്ലേലൂയ ഉയരത്തിൽ നിന്നും കൈനീട്ടി ബലമുള്ള കരത്തിലേക്ക് ഹല്ലേലൂയ തോളിലേറ്റി നടത്തുന്ന സ്വർഗത്തിന്റെ സാന്നിധ്യത്തെ ദൈവശബ്ദം കീറി മുറിക്കുന്നതായി മാറട്ടെ. ദൈവശബ്ദം കാതുകളിൽ കൂടി കയറി ശരീരാത്മദേഹികൾക്കകത്ത് ഇറങ്ങുന്നതാകട്ടെ. ലോകത്തിന്റെ ഒരു വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് ദൈവവചനത്തിന്റെ ശക്തി അത് നിന്റെ കാതുകളിലൂടെ തുളച്ചു കയറി നിന്റെ യാന്ത്രിക അവയവങ്ങളെ ആമേൻ ഭാരപ്പെടുത്തുന്ന, നിന്റെ യാന്ത്രിക അവയവങ്ങൾക്കകത്ത് ശക്തി നഷ്ടപ്പെടുത്തുന്ന അവയവങ്ങളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന
ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ ഭീരുത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയുടെ മേല ദൈവാത്മാവ് പറയുക, ആമേൻ, ഇന്നു രാത്രി കാലം ഈ വചനത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ, നീ സ്വതന്ത്രയായി മാറുന്ന പകൽ രാത്രിയാ. ഹല്ലേലൂയ, നിനക്ക് വിടുതൽ ലഭിക്കുന്ന രാത്രി ഇന്നു രാത്രി കാലം. അതുരിബി ജഗൽ കമനിയ ശബൽ പ്രൗഢി വിരികടകസ്യ അംദൽ കമനകടകസ്യ, ആമേൻ, ഹല്ലേലൂയ, ശതം അനുഭവിക്കുന്ന, ഹല്ലേലൂയ, അതരാ മനപ്രൗഢി വിരികടകസ്യ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് ആമേൻ തുളച്ചു കയറുന്ന വചനമാകിയാൽ ഇത് വെറുതെ മടങ്ങി വരുന്നതല്ല എന്ന് എന്റെ മുൻപിലിരിക്കുന്ന ദൈവജനം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനമേ, ഇത് വെറുതെ മടങ്ങി വരുന്നില്ല. ഈ തിരുവചനം ഇന്നു രാത്രി എപ്രകാരം അതിന്റെ ഹല്ലേലൂയ നമ്മെ നിലവാരം, അതിന്റെ ഹല്ലേലൂയ നിലകളിൽ ഇടപെടുന്ന ദൈവവചനമാകിയാൽ അന്തരീശാൽമനാരിയ ശൈതലേ ശാൽമനാരിയ ഈ രാത്രി ഹല്ലേലൂയ ചില ജീവിതങ്ങൾ ആമേൻ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്ന, പൂർണ്ണ വിടുതൽ പ്രാപിക്കുന്ന, എഴുന്നേൽക്കത്തിൽ എന്ന് പറയുന്ന, എഴുന്നേൽപ്പിക്കത്തിൽ എന്ന് പറയുന്ന അതരമനഘടകസ്യ റീബൽ ഖമാനിയ ശൈതമനഘടകസ്യ ശാന്തരെ, നീ അവരെ പേടിക്കരുത്, നീ ആ വിഷയത്തെ പേടിക്കരുത്. കാടുകയറുള്ള ചിന്തകൾ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറട്ടെ. കാടുകയറി നിന്നെ ചിന്തിപ്പിച്ചുകൊണ്ട് ആകുല ചിന്തകൾ, വ്യാകുല ചിന്തകൾക്കകത്ത് പരിശുദ്ധാത്മാവിന് ചെയ്തെടുക്കുവാനുള്ളത് അത് വാക്കുകൾ കൊണ്ട്, അത് നിരാശയുടെ തളങ്ങൾ കൊണ്ട്, മാനുഷികമാകുന്ന ചിന്തകൾ കൊണ്ട് അതിന് പരിധിയിട്ടിരിക്കുന്ന നിന്റെ അതിരിനകത്ത് നിന്നെ പുറത്തുവിടത്തിൽ എന്ന് പറയുന്ന, നിനക്ക് ബൗണ്ടറി കെട്ടിയിരിക്കുന്ന ചില മണ്ഡലത്തിനകത്ത് ദൈവപൈതന്റെ അധികാരം പ്രിയ ദൈവദാസി ഓർപ്പിച്ചതുപോലെ അധികാരത്തോടെ കൽപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ റമന റബദന ഘടകസ്യ ആന്തരിക അവയവങ്ങളെ പിടിച്ചു മുറുക്കുന്ന അന്തൽ ഖമാന ഘടകസ്യ അതരെ ശാൽമനാര പ്രൗഢിയ ധീര ഘടകസ്യ റീബൽ ഖബര ഘടകസ്യ ദൈവപൈതൽ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന, ദൈവപൈതലിന് എപ്രകാരം മുന്നേറുവാൻ കഴിയുമെന്ന, ദൈവപൈതലിനെ കൊണ്ട് എന്തെല്ലാം കഴിയുമെന്നുള്ളത് ഈ രാത്രി ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി പൂർണ്ണ വിടുതലോടെ ഹല്ലേലൂയ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ കഴിയാതെ, മറികടക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ റിയാദേ റിവൽ ഖമനിയാസേ ലാംതോനിയാദരെ ലോബൽ ഖമാനിയ സൈദുൽ ഖമനിയ റീബൽ പ്രൗഢി രഗാനഘടക ശാന്തുരി ജാനഘടക ദിവൽ ഖമനഘടകസ്യ, നീ അവരെ പേടിക്കരുത്. നിന്റെ മുൻപിലുള്ള പ്രതിസന്ധി ഇന്ന് രാത്രി പേടിക്കരുത്. അതിനെ മറികടക്കുവാൻ, അതിനെ ചാടിക്കയറുവാൻ അന്തൽ കമാനിയാസേ കേനിയ ദുരകൾ കമനഘടകസ്യ അതര പ്രൗഢജാല വൈഷമനഘടകസ്യ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ആ മതിൽ ചാടിക്കടക്കുമെന്ന്. ഹല്ലേലൂയ. പ്രശ്നമാകുന്ന മതിലുകൾ ഞാൻ എന്റെയും നിന്റെയും മുൻപിൽ മതിലായി നിൽക്കുന്നുവെങ്കിൽ ആത്മാവിൽ അതിനെ ചാടിക്കയറി, ആത്മാവിൽ ആ പ്രശ്നത്തിന്റെ മുകളിൽ കയറി പ്രഖ്യാപിക്കുന്ന രാത്രിയാകട്ടെ, ഞാൻ ജയിച്ച ജയാളിയായവന്റെ ക്രിസ്തു വീരനായവന്റെ വീരനാം ദൈവമായവന്റെ സാന്നിധ്യമായി എന്റെ മേലും എന്റെ ദൈവവൈദ്യൻ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യന്റെ മേലും ഉള്ളത് അസാധാരണമല്ല. ഹല്ലേലൂയ. ആമേൻ. ആർക്കും നമ്മെ ഒതുക്കുവാൻ കഴിയാത്ത ഒരു ശക്തിക്കും, ഒരു വേദനയ്ക്കും, ഒരു തകർച്ചയ്ക്കും, ഒരു പ്രതിസന്ധിക്കും, ഒരു ശൂന്യതയ്ക്കും, ഒരു ഇല്ലായ്മയ്ക്കും നമ്മെ ഒതുക്കുവാൻ കഴിയത്തില്ലെന്ന. ഹല്ലേലൂയ. റീബന റബൽ പ്രൗഢി വിരികടകസ്യ എഫെസർ ആമേൻ 6:10 പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഈ രാത്രി കാലം ഹല്ലേലൂയ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയുടെ മേല് അത്യന്ത ശക്തി പകർന്നു കൊടുത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മേഖലകളിൽ, ഒരിക്കലും നടക്കത്തില്ലാത്ത പറയുന്ന ഇടങ്ങളിലേക്ക് റമനം റിബാനഘടക ശൈദുൽ ഖമനഘടകസ്യ ദൈവത്തിന്റെ ആത്മാവിനാൽ ചില ഹല്ലേലൂയ റീബന ശബലഘടകസ്യ ദാസിയിലൂടെ ഹല്ലേലൂയ വിശാലമായ ദൈവിക പ്രവർത്തികൾക്ക് വേണ്ടി
അതുരിജാൽ മനാരഘടകസ്യ താൻ ധരിച്ചിരിക്കുന്ന സർവായുധ വർഗം ആമേൻ ആമേൻ പിശാചിന്റെ ശക്തിയെ അമർച്ച ചെയ്തുകൊണ്ട് റിയാന്ധേരി പ്രൗഢി രഗനം രഗടഘടകസ്യ താൻ പ്രാപിച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യം കൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് ആമേൻ സർവായുധ വർഗത്തിന് ഹല്ലേലൂയ ഓരിയാ ദേരിയാ മനാദര പ്രൗഢി വിരിഘടകസ്യ ലംധോനിയാ ദേരി ഘടകസ്യ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിശ്ചയമായും മറുപടി ഉണ്ട് ദൈവവേദന. ഹല്ലേലൂയ. കണ്ണുനീരോട് വിതച്ച ഒരു ആർപ്പിന്റെ കൊയ്ത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ. പുസ്തകങ്ങളിൽ നാം വായിച്ചത് നീ അവരെ പേടിക്കരുത്, നീ ഇതൊന്നും കണ്ട് ഭ്രമിക്കരുത്. ഹല്ലേലൂയ. അശൂരിനെയോ അവന്റെ സൈന്യത്തെയോ അവന്റെ സൈന്യ ബലത്തെയോ ഇന്ന് രാത്രി നാം ഭയപ്പെട്ടു പോകരുത്. റീബന റബല പ്രൗഢിജാല വൈഷമന ഘടകസ്യ അന്തരേശാൽ മനാര ഘടകസ്യ അധികാരമുള്ളവൻ നമ്മോട് കൂടെയുള്ളവൻ ബലവാനായ ദൈവമെന്ന്, നമ്മോട് കൂടെയുള്ളവൻ അവരിലുള്ളവനേക്കാൾ വലിയവനെന്ന്. ഹല്ലേലൂയ. റീബല ഒരിക്കൽ ഹല്ലേലൂയ കാലേബും യോശുവയും പറഞ്ഞു, ആമേൻ നാം അവരെ ജയിക്കും, നാം ആ ദേശം പിടിച്ചടക്കും. ഹല്ലേലൂയ. കാരണം നമ്മോട് കൂടെയുള്ളവൻ വലിയവനാ. ആമേൻ ഇന്നു രാത്രി കാലം ദൈവവചനം നമുക്ക് ഹല്ലേലൂയ അതിശക്തമായ സാന്നിധ്യം ഇറങ്ങി. ഹല്ലേലൂയ. വെളിപ്പാടും ദർശനത്തോടെ ഹല്ലേലൂയ ദൈവവചനത്തിന്റെ കാര്യങ്ങൾ അത് ആമേൻ ആമേൻ വളരെ ആമേൻ ശാന്തവും ഉചിതവുമായി നമുക്ക് വേണ്ടി ക്രമീകരിച്ച് നൽകുന്ന ആമേൻ. 1 കൊരിന്ത്യർ 16 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം, നിങ്ങൾ പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. ഇന്ന് രാത്രി കാലം ദൈവവൈതലിന് ദൈവശക്തി ആവശ്യമാ, ദൈവവൈതലിന് ധൈര്യം ആവശ്യമാ. ദൈവവൈതലിന്റെ അധൈര്യം മാറട്ടെ, ഭ്രമിച്ചു പോകുന്ന അനുഭവങ്ങൾ മാറട്ടെ. സർവായുധ വർഗം ധരിച്ചിരിക്കുന്ന ദൈവവൈതലേ, ആമേൻ പിശാച് എന്റെയും നിന്റെയും മുൻപിൽ അടിയറ വയ്ക്കുന്ന, പ്രതിസന്ധി തകർന്നു മാറുന്ന, പ്രതികൂലങ്ങളെ തരണം ചെയ്തു കയറുന്ന ഹല്ലേലൂയ റീബന റബൽ പ്രൗഡിയ ലാംധോനിയ റീഗമന ഘടകസ്യ ഹല്ലേലൂയ. ഏതെല്ലാം നിലകളിൽ ശത്രുവായ പലതും ആമേൻ ശക്തമായ ഒരു ശത്രു സൈന്യം ഹല്ലേലൂയ ആമേൻ ആ അവസരത്തിൽ അശൂരും അവന്റെ കൂട്ടരും അശൂർ രാജാക്കന്മാരും ഹല്ലേലൂയ വിശ്വസ്തതയുള്ള ദൈവജനത്തിനു നേരെ ഹല്ലേലൂയ ഒരു ശത്രു സൈന്യം ഒരു പ്രത്യേക ആക്രമവുമായി അവരുടെ നേരെ വരികയ അംദൽഖാന വൈഷമന ഘടകസ്യ. എന്നാൽ അവിടെ പറയുന്നുണ്ട് ഹല്ലേലൂയ നീ ബലഹീനനാണെന്ന് വിചാരിക്കരുത്. ഈ വാക്കുകൾ കേട്ട് നീ ബലഹീനമാകരുത്. ഈ ഭീഷണി കേട്ട് നീ ബലഹീനമാകരുത്. ഹല്ലേലൂയ. നിന്റെ നേരെ വരുന്ന ശത്രുവിന്റെ തീയമ്പുകളെ കണ്ടു നീ ബലഹീനമാകരുത്. ഈ ബലഹീന നിമിഷത്തിലാണ് നമ്മെ കീഴടക്കുന്നത്. നാം ബലമുള്ള ദൈവജനമാ, നമ്മുടെ മേൽ ബലം പകർന്നിരിക്കുന്നതാ. പൗലോസിന്റെ മേൽ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനത തികഞ്ഞു വരുമെന്ന് ദൈവത്തിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുവെങ്കിൽ ഹല്ലേലൂയ ശത്രു സൈന്യം നമ്മെ ദ്രുതഗതിയിൽ കീഴടക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ദ്രുതഗതിയിൽ കീഴടക്കുവാനുള്ള ഹല്ലേലൂയ സ്തോത്രം കോട്ടകൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവവചനം പറയുന്നത് അവരോട് കൂടെയുള്ളവരിലും വലിയവൻ നമ്മോട് കൂടെയുണ്ടെന്ന് ജനത്തിന് ഉറപ്പ് നൽകിയിട്ട് നിങ്ങൾ ധൈര്യത്തോടെ ആയിരിക്കണം. നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആമേൻ കയറി കൂട്ടിയിരിക്കുന്ന ആമേൻ ഭാരമേറിയ വിഷയങ്ങൾ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ, രോഗിയാക്കി മാറ്റുമ്പോൾ, ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ വിശപ്പില്ലായ്മ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ റിവലഘടക ശബ്ദുര നിങ്ങൾ ഉറപ്പ് പ്രാപിക്കണമെന്ന്, നിങ്ങൾ ധൈര്യം പ്രാപിക്കണമെന്ന്, നിങ്ങൾ ഭ്രമിച്ചു പോകരുതെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തില് കൃപയും സാന്നിധ്യവും ഇന്ന് രാത്രി നമ്മുടെ മേൽ പരിശുദ്ധാത്മാവാം ദൈവം ഹല്ലേലൂയ നൽകി തരുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 2 തീമോഥെയോസ് ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടണം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. അതിന്റെ 11-ാം വാക്യം പറയുന്നു, നാം അവരോട് കൂടെ മരിച്ചു എങ്കിൽ ആമേൻ കൂടെ വാഴും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ഹല്ലേലൂയ. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ദൈവവൈതൽ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ കേൾക്കുന്ന ദൈവവൈതലിന് ഉറപ്പ് പ്രാപിക്കുന്ന ആമേൻ ഒന്നുകൂടി ആമേൻ ധൈര്യം പ്രാപിക്കുന്ന, മനോബലം പ്രാപിക്കുന്ന, മനസ്സിന് ധൈര്യം പ്രാപിക്കുന്ന രാത്രിയാകട്ടെ. അംദൽഖാന വൈശാന ഘടകസ്യ റീവൽഖമന ഘടകസ്യ ആത്മാവ് ഉള്ളിടത്ത് ആത്മാവിന്റെ പരിവർത്തനമുണ്ട്.
രാജാവ് ഉള്ളിടത്ത് രാജാവിന്റെ കോലാഹലമുണ്ട്. ഇന്ന് രാത്രി നാം ആയിരിക്കുന്നിടത്ത് ആത്മാവിന്റെ അഭിഷേകമുണ്ട്. അഭിഷേകം നാം അല്ല ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ചെയ്യുന്ന ആത്മാഭിഷേകം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ വലിയ ദൈവ സാന്നിധ്യം, അതായത് ആമേൻ അയച്ച കാര്യങ്ങളെ ആമേൻ നമുക്ക് വേണ്ടി ആമേൻ നടപടിയായി നിറവേറ്റി തരിക. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ട ദൈവമേ, ഞാൻ ആ വാഗ്ദത്തത്തിലേക്ക് കാലെടുത്തു വയ്ക്കും. എന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി എന്നിൽ വെളിപ്പെടുമെന്ന് അധികാരമുള്ള യേശുവിന്റെ നാമത്തില് യോബിന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് ദൈവത്തിന്റെ ആത്മാവ് കഷ്ടതയിലും വേദനയിലുമായിരിക്കുന്ന ആമേൻ യാതൊരു വിധത്തിലും പ്രതീക്ഷയില്ലാതെ ഇനിയും ആമേൻ ജീവിതം എങ്ങനെ മുന്നേറുമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഭക്തനെ നോക്കി പരിശുദ്ധാത്മാവ് ആമേൻ യോബിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഹല്ലേലൂയ. ആമേൻ ഞാൻ നിന്നോട് ചോദിക്കും, നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരിക. ആമേൻ നീ നിന്റെ അരമുറുക്കിക്കൊള്ളുക. ഹല്ലേലൂയ. ആമേൻ കെട്ടുറുപ്പില്ലാത്ത അനുഭവത്തെ, ആമേൻ കുത്തരിഞ്ഞു കിടക്കുന്ന അനുഭവത്തെ, ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഓർഡർ ഇല്ലാത്ത അനുഭവത്തെ നീ ഉറപ്പ് പ്രാപിക്കുവാൻ തക്കവണ്ണം അരമുറുക്കിക്കൊള്ളുവാൻ. എന്തിനാണ് നമ്മുടെ അരമുറുക്കുന്നത്? നാം ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം, ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം, നാം ധൈര്യം പ്രാപിക്കുവാൻ തക്കവണ്ണം. അധികാരമുള്ളവൻ രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ ഹല്ലേലൂയ രാത്രി കാലം ദൈവവചനം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ആമേൻ അതിന്റെ ക്രിയ ചെയ്യും. ഇത് പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലും നാം 23-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ ആമേൻ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നിട്ട് ധൈര്യമായിരിക്കാൻ പറഞ്ഞു. നമുക്ക് അതിന്റെ ഹല്ലേലൂയ 23-ാം അധ്യായത്തിൽ ആമേൻ തടവുകാരനായിരിക്കുന്ന പൗലോസിനെ നോക്കി ആമേൻ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ വലിയ ഇടച്ചലായതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയും. പൗലോസിനെ ചീന്തിക്കളയുമെന്ന് 10-ാം വാക്യത്തിൽ ആമേൻ അവന്റെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു. ഹല്ലേലൂയ. ആമേൻ പടയാളികൾ ഇറങ്ങിച്ചെന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. ആ രാത്രിയിൽ ആമേൻ കർത്താവ് അവന്റെ അടുക്കൽ വന്നു നിന്നു. ആമേൻ പൗലോസേ, നീ ഭയപ്പെടരുത്, ധൈര്യമായിരിക്കുക. പൗലോസ് ആമേൻ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം. ഹല്ലേലൂയ. നീ എന്നെ കുറിച്ച് ജെറുസലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. നീ ഇന്നലകളിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ, ഇന്ന് നീ എന്നെ സാക്ഷീകരിച്ചതുപോലെ നിന്റെ നാളുകളിലും നീ ദൈവത്തെ സാക്ഷീകരിക്കുവാൻ റോമിലും ഹല്ലേലൂയ ഇന്നലകളിൽ സാക്ഷീകരിച്ചതിനേക്കാൾ ഉപരിയായി, ഇന്നു നീ എന്റെ സാക്ഷ്യമായതിനേക്കാൾ ഉപരിയായി നിന്റെ നാളുകളിലും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ദൈവ പദ്ധതി ഇന്ന് രാത്രി വെളിപ്പെടുക. അതിന് ധൈര്യം ആവശ്യമാ, അതിന് നമുക്കൊരു കോൺഫിഡൻസ് ആവശ്യമാ, അതിന് നമുക്കൊരു ആത്മധൈര്യം ആവശ്യമാ, അതിന് നമുക്കൊരു ആത്മബലം ആവശ്യമാ. മുൻപിലുള്ള കോട്ടകളെ തകർക്കുവാൻ തക്കവണ്ണം കോട്ട ചുറ്റി നിന്നെ ആമേൻ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ, അധികാരം പറഞ്ഞു നിൽക്കുമ്പോൾ, നാം ദൈവത്തിന്റെ അവകാശിയാ, നാം ദൈവത്തിന്റെ സമ്പത്താ, നാം അവകാശിയും അവന്റെ മക്കളുമാ. നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളുമാ. ഇന്നലകളിലെ ജീവിതാനുഭവങ്ങളെ നോക്കി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുവാനല്ല ദൈവാത്മാവ് ഇന്ന് പറയുന്നത്. നിന്റെ നാളുകളെ കുറിച്ച് കരുതൽ തന്ന ദൈവം. നീ വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീരോടെ ഭാരത്തോടെ ഉറക്കം നഷ്ടപ്പെട്ട് ഉറക്കളിക്കുന്ന ദൈവ പൈതലേ, നഷ്ടമാകത്തില്ല. നിനക്കൊരു ഉറപ്പ് തരുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ലോകത്തിൽ ആർക്കും നമ്മെ ഉറപ്പിപ്പാൻ കഴിയത്തില്ല. ലോകത്തിലെ ഒരു വിഷയം വാക്കുകൾക്കും നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒന്നുകൂടി നമ്മുടെ വേദന കൂടുമ്പോൾ,
ഒന്നുകൂടി നമ്മുടെ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ ആമേൻ സ്തോത്രം സ്തോത്രം. രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് അംദൽ ഖമാന ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തുവാൻ വന്ന ദൈവമാ, ആമേൻ ഞാൻ നിന്നെ ഉറപ്പിപ്പാൻ വന്ന ദൈവമാ, ഞാൻ നിന്നെ ശക്തീകരിക്കുവാൻ ആമേൻ കഴിവുള്ള ദൈവമാ. നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുക. ദൈവശബ്ദം കേൾക്കുന്ന ദൈവവേദനെ കാതുകളെ ദൈവത്തിലേക്ക് പരിശുദ്ധാത്മാവിലേക്ക് തിരിച്ചാട്ടെ. അംദൽ ഖമാന ഘടകസ്യ കൃത്യമായി സംസാരിച്ചു. ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നാം വായിച്ചത് അവരോട് കൃത്യമായി സംസാരിച്ചു. നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവവേദനേ ഞാൻ ക്ഷീണിച്ചവനല്ലെന്ന് പറ. ഞാൻ ക്ഷീണിച്ചവളല്ല. എന്നെ ക്ഷീണിപ്പിക്കുന്നത് ലോകത്തിന്റെ വിഷയങ്ങളാ. ദൈവവേദനെ ദൈവം വിളിച്ച് ദൈവത്തിന്റെ മാറോട് ചേർത്ത് പിടിച്ച് കരം തന്നു താങ്ങി നടത്തിയിട്ട് വഴിയിൽ അലഞ്ഞുലയുവാനല്ല ഉലയത്തില്ല. ദൈവവേദനെ കഴിഞ്ഞ നീണ്ടു 10 വർഷക്കാലം ഞാൻ ഏകയായി വിശ്വാസത്തിൽ വന്നു. 11ാമത്തെ വർഷമായി എന്റെ ഹസ്ബൻഡ് സ്നാനപ്പെട്ട ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തിന്റെ സഭയോട് ചേർന്നത്. ആ 10 വർഷക്കാലം കൂട്ടത്തില് ഹല്ലേലൂയ നിന്നവർ പോലും തിരിച്ചു പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. കൂടെ ഒരു പായിലിരുന്നവർ പറഞ്ഞിട്ടുണ്ട്. അധൈര്യപ്പെട്ട സമയങ്ങളുണ്ട്, ഹൃദയം നൊന്ത സമയങ്ങളുണ്ട്, ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. എന്നാൽ ഹല്ലേലൂയ വിളിച്ച ദൈവം വിശ്വസ്തനാ. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാ. കരം പിടിച്ചിട്ടുള്ള ഉടയവൻ കരം വിട്ടേച്ച് പോകുന്നവനെ അല്ല. ആരെല്ലാം നമ്മെ വിട്ടു പോകട്ടെ, ആരെല്ലാം നമ്മെ കാണാതെ പോകട്ടെ, ആരെല്ലാം നമ്മെ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നാം സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ നമ്മെ കാണാതെ പോകട്ടെ. നമ്മെ കുറിച്ചുള്ള ദൈവ പദ്ധതി വലുതാ. നമ്മെ ഒരുമിച്ച് ഏതെല്ലാം ദേശങ്ങളിൽ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക ദൈവം. നാം അറിയാത്ത ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയല്ലേ. എല്ലാം നാം ഇരിക്കുന്ന ഭവനത്തിനകത്തിരുന്നു കൊണ്ട് ദേശാന്തരങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് നോക്കി രാജ്യത്തിന്റെ അതിരുകളെ നോക്കി വിളിച്ചു പറയുവാൻ ഒരു ശബ്ദം നമുക്ക് ഉള്ളത് നമ്മുടെ നാവിലൂടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒരുക്കിയില്ലേ. ഹല്ലേലൂയ. പലരും നമ്മെ കണ്ടിട്ടും കാണാതെ പോയപ്പോൾ, അറിഞ്ഞിട്ടും അറിയാതെ പോയപ്പോൾ ഉടയവന്റെ സ്നേഹം അനുഭവിച്ച ദൈവവൈദ്യനെ രാത്രി പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത് ഇന്നലകളിൽ ഞാൻ പ്രാർത്ഥിച്ചതും ഇന്നലകളിൽ ഞാൻ ആരാധിച്ചതും ഇന്നലകളിൽ ഞാൻ ദൈവസാന്നിധ്യം അനുഭവിച്ചതുമാ. അന്ന് അതല്ല. ഈ മിനിറ്റിനകത്ത് ഞാൻ നിന്നെ ഒന്നുകൂടി ഉറപ്പിക്കാം. നീ ഒന്നുകൂടെ ധൈര്യം പ്രാപിച്ചോ, ഒന്നുകൂടി നീ ബലം പ്രാപിച്ചോ. തലമുറയുടെ വിഷയമാകാം, കുട്ടുദാസന്റെ വിഷയമാകാം, സഹിക്കുവാൻ കഴിയാത്ത വിഷയമാകാം. റാവാനിയ സേഖേനിയ ലാഖോനിയ റിഗൽഖമനഘടകസ്യ ഹദുരാരഗനഘടകസ്യ പരിശുദ്ധാത്മാവ് എന്റെ നിന്റെ ഉള്ളിൽ ഹല്ലേലൂയ മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ നിങ്ങൾ മടുക്കുമ്പോൾ ഹല്ലേലൂയ അവൻ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കണമെന്ന് ദൈവവചനം പറയുന്നു. തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ദൈവവൈതലേ ആമേൻ. തലമുറയെ തന്നവൻ ഞാനാ. തലമുറയെ ആമേൻ ഈ ഭൂമിയിലാക്കി ആമേൻ അമ്മയുടെ ഉദരം മുതൽ പരിപാലിച്ച ദൈവമാ. പ്രതിസന്ധിയെ ആമേൻ നമുക്ക് വിട്ടുകൊടുക്കാതെ, ശത്രുവായ തകർത്തു കളയാതെ, ആമേൻ വലിയരികിൽ പതിഞ്ഞിരുന്ന അപകടം തകർത്തു കളയാതെ മനപ്രൗഢികർ ഇതുവരെയും കാവൽ കാത്തുവെങ്കിൽ, ഇതുവരെ നിനക്ക് സംരക്ഷണം തന്നുവെങ്കിൽ നാളുകളെ കുറിച്ച് വിചാരപ്പെടരുതേ. നാളെ നിന്നെ റോമിൽ നിർത്തും, നാളെ നിന്നെ നിർത്തേണ്ട ദേശത്ത് നിർത്തും, നാളെ നിന്നെ എത്തേണ്ട സ്ഥലത്ത് ഉടയവന്റെ ഹല്ലേലൂയ സാന്നിധ്യം നിന്നെ എത്തിക്കുമെന്ന് ഉറപ്പിക്കുമെന്ന്. അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ന്യൂന്റെ മകനായ യോശുവ മോശയുടെ മരണശേഷം തന്നെ ശുശ്രൂഷകളിലേക്ക്, തന്നെ അധികാരത്തിലേക്ക്, തന്നെ ഒരു നേതൃത്വ നിരയിലേക്ക്, തന്നെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക്, തന്നെ ഒരു ദൗത്യം കൈമാറുമ്പോൾ ഉറപ്പും ധൈര്യത്തോടെ ദൈവവചനം പറഞ്ഞു നിന്റെ നാമൻ നേരെ പലതും വരും. നാമൻ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കുകയില്ല. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി അതാ. ഇന്ന് രാത്രി കാലം ഈ സൂം മീറ്റിംഗ്, ഈ ഗൂഗിൾ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസിയെ നിന്നെ ദൈവമായിട്ട് ഈ നേതൃത്വം ഏൽപ്പിച്ചത്, ദൗത്യം ഏൽപ്പിച്ചവൻ ദൈവമാ. ഉറപ്പുള്ളവളായി, ധൈര്യമുള്ളവളായി, അതര ഇന്നലകളിൽ കൂടെയുള്ളവർ ഇല്ല എങ്കിലും നാളുകളിൽ നിന്നെ പുതിയ ജീവിതങ്ങളെ കൂട്ടിവരുത്തി റമനം പ്രൗഢിമിനിഘടകസ്യ അന്തൽ ഖമാനിയ ശബൽ ഖമനഘടകസ്യ നിന്റെ തീഷ്ണത ദൈവം അറിയുന്നു, നിന്റെ ഉത്സാഹം ദൈവം അറിയുന്നു. ഓറിയ ധൈര്യ ലാഖോ റിയനഘടകസ്യ ഓ ദൈവശക്തി, അത്യുത ശക്തി ഞാൻ നിന്റെ മൺകുടാരങ്ങൾ പകർന്നു തന്നിട്ട് ഓറിയ ധൈര്യ സ്നേഹത്തെ ദൈവ സ്നേഹത്തിന്റെ കവറിങ് ചെയ്തുകൊണ്ട്
പൂർണ്ണമായി ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊള്ളുക. ഭാരങ്ങൾ മാറട്ടെ. ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹസ്തൽക്കമാനിയ ശബൽ കമലഘടകസ്യ അധികാരമുള്ള യേശുവിന്റെ നാമത്തില് നാം ആയിരിക്കുന്ന ദൈവപാദ പീഠം ദൈവശബ്ദത്തിലൂടെ വിടുതലുന്നു. രാത്രി മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവശബ്ദം, വനത്തിലെ തോലുകളെ ഉരിക്കുന്ന ദൈവശബ്ദം, ഹല്ലേലൂയ, കാദേശ് മരുവിനെ നടുക്കുന്നതായ ദൈവശബ്ദത്തിന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. നമ്മുടെ മുൻപിൽ അസാധ്യതകളെ സാധ്യമാക്കുവാൻ കഴിയും. ഇന്നലെ ഇതുവരെയും അസാധ്യമെന്ന് തോന്നിയത് ഇനിയും ഹാലെ ചലിക്കത്തില്ലെന്ന് പറഞ്ഞത്, നീ എനിക്ക് പ്രതീക്ഷിപ്പാൻ വകയിരുന്ന് പറഞ്ഞ വിഷയത്തെ ആമേൻ പരിശുദ്ധാത്മാവ് കരങ്ങളിൽ എടുക്കും. നമ്മെ കൊണ്ട് കഴിയത്തില്ലെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഹല്ലേലൂയ ലേഖനത്തിൽ പറയുന്നത് ഹല്ലേലൂയ, എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ആമേൻ ഹല്ലേലൂയ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയും. വിശ്വസിക്കുന്നവരാൽ ഇതെല്ലാം നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുന്നു. രാത്രി ധൈര്യം പ്രാപിക്കുന്ന ദൈവവേദനെ ഉറപ്പോടെ ആയിരിക്കും ദൈവസന്നിധിയില്. ഇളകാത്തവര് കുലുങ്ങാത്തവര് ഹല്ലേലൂയ റിബന ശബലഘടകറിയദന വൈഷപ്രൗഢജാല വൈഡമനഘടകസ്യ അധികാരമുള്ളവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മെ ഇന്ന് ഒരുമിച്ച് കൂട്ടിയത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണെന്നുള്ള ഉറപ്പുള്ള ദൈവവേദനെ വൻ കാര്യങ്ങളെ നമ്മിലൂടെ നാം അധൈര്യപ്പെട്ടു പോകരുത്, നാം ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ, ക്ഷീണിപ്പിക്കുന്ന മേഖലകൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരാം. അതരമനഘടകസ്യ റീബന ശബൽ ഖമനഘടകസ്യ അന്തൽ ഖമാനിയ വൈഷമനഘടകസ്യ. ആമേൻ. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15 58 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം സ്തോത്രം. 57 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ പേരിൽ ഉറപ്പുള്ളവരായി, കർത്താവിന്റെ പേരിൽ കുലുങ്ങാത്തവരായി. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ദൈവസന്നിധിയിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈതനെ ഒരു നിമിഷം, ഒരു മിനിറ്റ് നാം ദൈവസന്നിധിയിൽ ഇരുന്ന ദൈവവചനം പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു നിമിഷം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമ. അത് വ്യർത്ഥമല്ലെന്ന്. നീ കൂട്ടായ്മ കൂടിയത്, ചില മേൽ കൂട്ടി വരുത്തുവാൻ സാഹചര്യങ്ങളെ ഒരുക്കിയത്, ഒരാളെ കൂടി ഇതിനകത്ത് കണക്ട് ചെയ്തത്, നിന്നിലൂടെ ഈ മുഖാന്തരങ്ങൾ ഒരുക്കിയത്, അത് വ്യർത്ഥമല്ലെന്ന്. കർത്താവിലത് പ്രയത്നം വ്യർത്ഥമല്ലെന്ന്. കർത്താവിൽ നാം ചെയ്ത, യേശുവിന്റെ നാമത്തിൽ നാം ചെയ്ത പ്രയത്നം വ്യർത്ഥമല്ല എന്ന് വ്യക്തമായി ദൈവത്മാവ് നമ്മോട് പറയുക. ഇതുവരെ ചെയ്തത് വ്യർത്ഥമായോ? ഇല്ല ദൈവ പൈതലേ. ഹല്ലേലൂയ. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല, അവൻ ബാധ്യതയുള്ള ദൈവമല്ല. അവനെ പോലെ ആരാധ്യനായി ആരുമില്ലെന്നു രാത്രി, അവനെ പോലെ പുകഴുവാൻ യോഗ്യതയുള്ളവനായി ആരുമില്ലെന്നു രാത്രി. ആ സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലിനോട് പറയുക, നിന്റെ പ്രയത്നം വ്യർത്ഥമല്ല. നീ ഉറപ്പുള്ളവളായി നിന്നുകൊള്ളുക. നീ കുലുങ്ങി പോകേണ്ട ആവശ്യമില്ല. റീബന ശബലഘടകസ്യ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിന്റെ കോപം കൊണ്ട് ആമേൻ വെള്ളം ഇരച്ചു കയറിയാലും, അതൊക്കെ വലിയ വലിയ പ്രതിസന്ധികളാ. ആമേൻ ഹല്ലേലൂയ. നാം പരിശുദ്ധാത്മാവ് പറയുക, നാം ഭയപ്പെടുകയില്ല. കാരണം ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന. ഹല്ലേലൂയ. ദൈവശക്തി നമ്മുടെ മേൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക, ദൈവ പ്രവൃത്തി നമ്മുടെ മേൽ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതരാമനഘടകസ്യ ഒന്നുകൊണ്ടും നമുക്ക് നിഗളിക്കാനില്ല ദൈവവേദലേ, ഒന്നുകൊണ്ടും നമുക്ക് ഞെളിവാനില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ രാത്രി ദൈവവചനത്തിന്റെ മുൻപിൽ നാം ഹല്ലേലൂയ ശ്രദ്ധയോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവപാദപീഠത്തിലായിരുന്ന ദൈവവൈതലേ ആമേൻ. സ്തോത്രം. യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, നിന്റെ അരം മുറുക്കിക്കൊള്ളണം, നീ പുരുഷത്വം കാണിച്ചു കൊള്ളണം, നിനക്ക് സംസാരിപ്പാനുണ്ട്, നീ ആമേൻ ഗ്രഹിച്ചു കൊള്ളണമെന്ന്. ഹല്ലേലൂയ. ദൈവവചനം നമ്മെ ഓർപ്പിച്ചുവെങ്കിൽ ഹല്ലേലൂയ കൊരിന്ത്യർ ലേഖനത്തില് നാം വായിച്ചതുപോലെ ആമേൻ ഉണർന്നിരിക്കണം. ആമേൻ ഈ വിശ്വാസത്തിൽ നിലനിൽക്കണം. അതിൽ നാം ശക്തിപ്പെട്ടവരായി മാറണം. ഓരോ കൂട്ടായ്മയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നു തരുന്നത് ഹല്ലേലൂയ അസാധാരണ ദൈവ സാന്നിധ്യമാ, അസാധാരണ ദൈവ കൃപയാ. ഹല്ലേലൂയ. മറ്റാർക്കും തോന്നാത്ത ദയ, മറ്റാർക്കും തോന്നാത്ത കരുണ. ഹല്ലേലൂയ. ദൈവ
ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഇന്നു രാത്രി അവന്റെ മുഴു മഹത്വത്തോടെ നമ്മുടെ മേൽ ഇറങ്ങുക. ഹല്ലേലൂയ. അവന്റെ മുഴുവൻ ശക്തിയോടെ നമ്മുടെ മേൽ പകർന്നു തരിക. ഹല്ലേലൂയ. ആമേൻ നാം ചിന്തിക്കുന്നത് പോലെ, നാം വിചാരിക്കുന്നത് പോലെ ഹല്ലേലൂയ കർത്താവ് നമ്മെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അസാധാരണ ദൈവത്തിന്റെ ദയ പകർന്നു തന്നെ, അസാധാരണ ദൈവത്തിന്റെ കൃപ പകർന്നു തന്നെ ഇന്നു രാത്രി ഉറപ്പോടെ നിൽക്കുവാൻ പൗലോസിനോട് പറഞ്ഞതുപോലെ ധൈര്യമായിരിക്കണം. ഹല്ലേലൂയ. അവർക്ക് ആമേൻ സ്തോത്രം പൗലോസിന്റെ നേരെ ചീന്തി കളയുവാൻ അവർ വലിയ ഇടർച്ചയോടെ അടുത്തു വന്നപ്പോൾ ആമേൻ ദൈവം ആമേൻ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. ഇന്ന് രാത്രി അങ്ങനെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവവൈതലേ, ദൈവാത്മാവ് പറയുക, നീ ധൈര്യത്തോടെ മുൻപോട്ട് പോയിക്കൊള്ളുക. ഹല്ലേലൂയ. ദീപരവ ശൈതമനഘടകസ്യ അസാധാരണ ദയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ആമേൻ നമ്മുടെ മേൽ തോന്നുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ആമേൻ സ്തോത്രം ആമേൻ. അവരെന്ത് ചെയ്തു? അവൻ വീർക്കുകയോ അവൻ പെട്ടെന്ന് ശത്രു വീഴുകയോ ചെയ്യുമെന്ന് അവർ വളരെ നേരം കാത്തു നിന്നു. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അതിന്റെ ആമേൻ സ്തോത്രം ആമേൻ 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയെ കാണിച്ചു. ഹല്ലേലൂയ. ഈ രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ദൈവവൈതലേ, നമ്മെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആകയാൽ നിങ്ങൾ കുടുങ്ങാത്തവരും ഉറപ്പുള്ളവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് രാത്രി അറിഞ്ഞുകൊള്ളുക. ദൈവാത്മാവിന് നമ്മോട് പറയുവാനുള്ളത് ഹാലിൽ നമ്മുടെ മുൻപിൽ ഭയമായി നിൽക്കുന്ന വിഷയങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് ഹാലെ ദൈവസന്നിധിയിൽ കടന്നു വന്ന ജീവിതമേ ഹാലിൽ ദൈവജനമേ നാം ചുരുക്കം പേരായിരിക്കാം. എന്നാൽ 2 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ അവൻ അവിടെ നാം മധ്യേ ഉണ്ട്. അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ഉലാവിക്കൊണ്ട് ഹല്ലേലൂയ സൗരഭ്യം നമ്മുടെ മേൽ പകർന്നു തന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മെ സമാധാനപ്പെടുത്തുന്ന ആ ഉയരത്തിലെ ദിവ്യ സമാധാനം നമ്മുടെ മേൽ പകർന്നു തന്നുകൊണ്ട് നമ്മെ ശക്തരാക്കി മാറ്റിയിരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തിയിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. അതുരാജാൽമന അറിവൽ ഖമന ഘടകസ്യ പ്രിയാന്തരെ വൈശാന ഘടകസ്യ അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ അൻപുള്ള ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ ഹാലേലൂയ അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരവുമായ നല്ല രാത്രി ഞങ്ങൾക്ക് ദാനം തന്നു. ആമേൻ. ഒരുമിച്ച് ദൈവവചനത്തിന് മുൻപിലായിരിക്കാനിടയായി ദൈവാത്മാവിന് താത പുസ്തകങ്ങളിലൂടെ ഇന്ന് ആമേൻ രാത്രി ഞങ്ങളെ ഓർപ്പിച്ചു. നിങ്ങൾ നിങ്ങൾ പ്രേമിക്കരുത്. ഹല്ലേലൂയ. അവരോട് കൂടെയുള്ളവർ മാംസഭുജമാ. ആമേൻ. ഞാൻ നിങ്ങളോട് കൂടെയുള്ളവൻ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മക്കളാവുന്ന ഞങ്ങൾ ഒരുമിച്ച് ആമേൻ നൽകിയതോർത്ത് സ്തോത്രം. ഈ കൂട്ടായ്മ ആമേൻ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ അഭിഷേക ദാസിക്കായി സ്തോത്രം. ശക്തിയോടെ നിർത്തണമേ, ബലത്തോടെ നിർത്തണമേ. കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഇതിന് മുഖാന്തരം ഒരുക്കി തന്ന ടീച്ചർക്കായി സ്തോത്രം. കൃപയുടെ മറവിൽ മറയ്ക്കണമേ. മേരിക്കുട്ടി ആന്റിയുടെ മേൽ അസാധാരണ ദൈവകൃപ പകരണമേ. ശരീരാത്മദേഹികളെ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ. എലിവിടെയും കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം. കൃപയുടെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തു നൽകിയുള്ള നാമത്തിൽ തന്നെ.